ഫ്രണ്ട്സ് ഏവർക്കും ഈസിലൻ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന LGS എക്സാമിൻ്റെ മാത്സിൻ്റെ ആൻസറൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. 1, 8, 27, 64, 125. അടുത്ത ഏതാ വരുന്നത്? 1ൻ്റെ ക്യൂബ് 1 തന്നെ, 2ൻ്റെ ക്യൂബ് 8, 3ൻ്റെ ക്യൂബ് എത്ര വരും? 27, 4ൻ്റെ ക്യൂബ് 64, 5ൻ്റെ ക്യൂബ് 125. അപ്പോൾ 6ൻ്റെ ക്യൂബ് എത്രയാണ് വരുന്നത്? 216 അല്ലേ? 6 36 × 6 216 ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9, 11, 15, 29, 39. അടുത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 9, 11, 15, -29, 39. അപ്പോൾ 9ഉം 2ഉം 11. അപ്പോൾ ഇതെങ്ങനെ വരും? 11ൽ നിന്ന് 9 കുറയ്ക്കുമ്പോൾ 2 കിട്ടും. അതേപോലെ 15ൽ നിന്ന് 11 കുറയ്ക്കുമ്പോൾ 4 കിട്ടും. അപ്പോൾ അടുത്ത ഏതാ വരേണ്ടത്? അടുത്ത 6ആണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ 21ൽ നിന്ന് 15 കുറയ്ക്കുമ്പോൾ 6 കിട്ടും. അപ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? ആൻസർ വരുന്നത് 21ആണ്. അതായത് 11 - 9 2, 15 - 11 എത്രയാണ്? 15 - 11 4. അപ്പോൾ അടുത്ത എത്ര വരണം? 6ആണ് ഡിഫറൻസ് വരേണ്ടത്. അപ്പോൾ 7ൽ നിന്ന് 15 കുറച്ചാൽ 6 വരും. 21ൽ നിന്ന് 15 കുറയ്ക്കുമ്പോൾ 6 വരും. അതേപോലെ തന്നെ 29ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എത്ര വരും? 8 വരും. പിന്നെ എത്ര വരും? 39ൽ നിന്ന് 29 കുറയ്ക്കുമ്പോൾ 10 വരും. അപ്പോൾ ആൻസർ വരുന്നത് 21. അടുത്തതാണ് I എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനാണ്. I എന്ന് പറയുന്നത് 828. ആം 639 ആണെങ്കിൽ ഇയർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. I 828 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ I 828. അപ്പോൾ എത്ര വരും? ഈയുടെ വാല്യൂ 8 എന്ന് കിട്ടി. ആം എത്രയാണ് വന്നിരിക്കുന്നത്? 639 തന്നിട്ടുണ്ട്. അപ്പോൾ എയുടെ വാല്യൂ 6, ആറിൻ്റെ വാല്യൂ 3, എം കണ്ട. എയുടെ വാല്യൂ 6, ആറിൻ്റെ വാല്യൂ 3, എമ്മിൻ്റെ വാല്യൂ 9. അപ്പോൾ ഇയർ എത്രയാണ്? ഈയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. അപ്പോൾ ഈയുടെ വാല്യൂ 8, എയുടെ വാല്യൂ എത്രയാണ്? 6, ആറിൻ്റെ വാല്യൂ 3. അപ്പോൾ 863. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബാബു എ എന്ന സ്ഥലത്ത് നിന്ന് യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് ബിയിലെത്തി. ബിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് സഞ്ചരിച്ച് 3 കിലോമീറ്റർ സഞ്ചരിച്ച് സിയിലെത്തി. സിയിൽ നിന്ന് വീണ്ടും ഇടത്തോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ച് ഡിയിലെത്തി. എയിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ് ബാബു ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്? ബാബു ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് 3 കിലോമീറ്റർ അകലെയാണ്. ഒരു വരിയിൽ അഞ്ജുവിൻ്റെ സ്ഥാനം മുൻപിൽ നിന്ന് 11ാമത്തെ ആളും പുറകിൽ നിന്ന് 7ാമത്തെ ആളുമാണെങ്കിൽ വരിയിൽ ആകെ എത്ര ആളുകളുണ്ട്? ഒരാളുടെ അഞ്ജുവിൻ്റെ സ്ഥാനം മുമ്പിൽ നിന്ന് 11, പുറകിൽ നിന്ന് എത്രയാണ്? 7. പുറകിൽ നിന്ന് 7. അപ്പോൾ ഒരാളെ തന്നെ 2 പ്രാവശ്യം കൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 11 + 7. അഞ്ചു തന്നെ മുമ്പിൽ നിൽക്കുന്ന ആളും 5 തന്നെയാണ്. പുറകിൽ നിന്നുമ്പോഴും അപ്പോൾ അഞ്ജുവിനെ 2 പ്രാവശ്യം കൗണ്ട് ചെയ്തുകൊണ്ട് 11 7 18ൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പോൾ 17ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനാണ് 2.02 / 202 എന്ന് വരുന്നത്. അപ്പോൾ 202നെ 202 വെച്ച് തന്നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 2.02 / 202 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 നമുക്ക് ആൻസർ കിട്ടുന്നത്. 202നെ 202 വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. പിന്നെ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 2 ഡെസിമൽ പ്ലേസ് ഉള്ളതുകൊണ്ട് 0.01 എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. 0.01 എന്നുള്ളത് ഏതാണ്? 0.01 എന്നുള്ളത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. x/y എന്ന് പറയുന്നത് 4:3 ആണെങ്കിൽ y/z = 60:5 ആണ്. x/z എത്രയാണ്? 24:15 എന്ന് വരും. അതായത് x, y, z എന്ന് വരും. അപ്പോൾ എത്ര വരും? 4, 3. ഇസഡിൻ്റെ വാല്യൂ അറിയത്തില്ല. y/z എത്രയാണ്? 6, 5 എന്ന് വരും. അപ്പോൾ x/z എത്ര വരും? 6 4 24 I3 15 എന്ന് വരും. അപ്പോൾ 24:15 എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. ഇപ്പോൾ വാച്ചിൽ 12 മണി, ക്ലോക്കിൽ 12:15 ആകുന്നതിന് എത്ര സെക്കൻഡ് എടുക്കണം? 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 60 സെക്കൻഡാണ്. അപ്പോൾ 12 മണി മുതൽ 12:15 വരെ എത്ര മിനിറ്റാണ്? 15 മിനിറ്റ് എന്ന് പറയുന്നത് 15 × 60 എന്ന് വരും. 15 × 60 എന്ന് പറയുന്നത് 900 സെക്കൻഡാണ്. അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. അപ്പം അബുവിന് 4x, മകൻ എത്രയാണ്? x, മകന് സണ്ണിന് x എന്നും കൊടുത്തു.
4 വർഷം മുമ്പ് അത് മകൻ്റെ പ്രായത്തിൻ്റെ 7 മടങ്ങായിരുന്നു. അപ്പോൾ 4 വർഷം മുമ്പ് മോന് x-4ഉം അബുവിന് എത്രയാണ് 7 × x-4 വരുന്നത്. ഇത്രയും മനസ്സിൽ കരുതി വെക്കുക. ഇനി ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അബുവിന് 28 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉള്ള അബുവിൻ്റെ പ്രായം 28 വിചാരിക്കുക. അപ്പം മകൻ എത്രയുണ്ടാവും? അബുവിൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ് മകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മകന് എത്രയാണ്? 7 വയസ്സുണ്ടെങ്കിലാണ് അബുവിന് 28 വയസ്സാണ്. 7 4 28 അല്ലേ? അപ്പോൾ 4 വർഷം മുമ്പ് മകന് 3 വയസ്സ്. അപ്പോൾ എത്രയാണ്? അബുവിന് ഇവർ പറഞ്ഞിരിക്കുന്ന വെച്ചാണെങ്കിൽ 21 വയസ്സേ ആവത്തുള്ളൂ. 21 വയസ്സാണോ അബുവിന് വരുന്നത്? അല്ല, 4 വർഷം മുമ്പ് അബുവിൻ്റെ വയസ്സ് 24. അപ്പോൾ ഇത് 8 മടങ്ങാകും. അപ്പോൾ ഈ ഉത്തരമെല്ലാം നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ഉത്തരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അബുവിന് ഇപ്പം 32 വയസ്സ്. മകനപ്പോൾ എത്രയാണ്? 4 മടങ്ങാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മകന് വയസ്സ് 8 വയസ്സ്. 4 വർഷം മുമ്പ് മകന് 4 വയസ്സ്. അബുവിന് എത്രയാണ്? 32 4 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 28 4 32. 28 4 32 വരുന്നത്. അപ്പം 28 എന്ന് പറയുമ്പോൾ എത്ര മടങ്ങാണ്? 4ൻ്റെ 7 മടങ്ങാണ്. അപ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് 32 ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ ആൻസർ വരുന്നത് 32. ആൻസറായിട്ട് വരുന്നത് എത്രയാണ്? 32. ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 96 ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെ വരുന്നത്? 3 8 24 4 96. 6 4 24. 6 × 4 × 1 24. അപ്പോൾ 8 × 9 × എത്ര വരണം? 8 9 72. 72 × 1 72. അപ്പം ഓപ്ഷൻ ഡി. ഇത് കണ്ടോ? 7 6 5 4 3 2 5 എന്ന സംഖ്യ 11 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്നാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത് ഓരോ നമ്പറും ഈ 11ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? ഇടവിട്ട നമ്പർ തമ്മിൽ കൂട്ടുമ്പം ഒന്നെങ്കിൽ 11 11ൻ്റെ മൾട്ടിപ്പിളോ ആകണം. അപ്പോൾ എത്ര വരും? 7 പ്ലസ് ഇവിടെ എങ്ങനെയാണ് വരുന്നത്? 7 പ്ലസ് 5 പ്ലസ് 3 പ്ലസ് 5 അല്ലേ? 7 പ്ലസ് 5 പ്ലസ് 3 പ്ലസ് 5. 7 5 12 3 15 5 20. 20 മൈനസ് 6 4 10. 6 പ്ലസ് 4 6 4 10 പ്ലസ് 2 12. 20 മൈനസ് 12 എന്ന് വരും. അപ്പോൾ 8. ശിഷ്ടം എത്രയാണ് വരുന്നത്? 8 വരുന്നത്. അതായത് നമ്മൾ 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുന്നത്. ഓൾട്ടർനേറ്റ് സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് കിട്ടുന്നതിൽ നിന്ന് കുറയ്ക്കും. അതായത് ഇവിടെ 7 പ്ലസ് 5 പ്ലസ് 3 പ്ലസ് 5 മൈനസ് ഓഫ് 6 പ്ലസ് 4 പ്ലസ് 2. ഓക്കെ. അപ്പം 7 5 12 3 15 5 20 നിന്ന് 8 കുറയ്ക്കും. 6 4 10 2 12. 20 നിന്ന് 12 കുറയ്ക്കുമ്പോൾ എത്ര വരും? 8 എന്ന് കിട്ടും. അപ്പം ശിഷ്ടം വരുന്നത് 8. അടുത്ത ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 12.9 സെൻറ്റിമീറ്റർ. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 12.9 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളമാണ് ചോദിച്ചിരിക്കുന്നത്. ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 1 വശമാണ് സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പോൾ 3 × 1 വശം എന്ന് പറയുന്നത് സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവായതുകൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ചുറ്റളവ് ഈക്വൽ ടു 12.9 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. 12.9 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആൻസറിലാണ് 4.3 സെൻറ്റിമീറ്റർ. ഒരു സംഖ്യയിൽ നിന്ന് 3/8 പ്ലസ് ഒരു സംഖ്യയിൽ നിന്ന് 3/8 കുറച്ച് വീണ്ടും 1/8 കുറയ്ക്കുമ്പോൾ 5/12 കിട്ടുന്നു. ആദ്യത്തെ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സംഖ്യ എന്നുള്ളത് എക്സ് ആക്കുക. എക്സ് മൈനസ് 3/8 പ്ലസ് 1/8 കുറയ്ക്കുമ്പോൾ 5/12 കിട്ടും. ഇത് നോക്കിക്കോളും. എക്സ് മൈനസ് 3/8 പ്ലസ് 1/8 = 5/12 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് എക്സ് മൈനസ് 4/8 = 5/12 എന്ന് കിട്ടും.
അപ്പോൾ 4/8 എന്ന് പറയുമ്പോൾ 4/8 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 1/2 വരും. അപ്പോൾ x = 5/12 + 1/2 = 11/12 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. എത്രയാണ്? 11/12, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1.25 മൈനസ് 0.25 ഡിവൈഡ് ബൈ 1.25 പ്ലസ് 0.25. 1/4 നിന്ന് 4 കുറയ്ക്കുമ്പോൾ എത്രയാവും? 1. 1/4 3/4 കൂട്ടുമ്പോൾ 2. 1/2 എന്ന് പറയുന്നത് 0.5 ആണ്. തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510. നടുവിലത്തെ സംഖ്യ എത്രയാണ്? 102 ആണ് ആൻസർ വരുന്നത്. ഇതിനകത്ത് ആൻസർ ഇല്ല, തെറ്റാണ്. തുടർച്ചയായ 5 സംഖ്യ എന്ന് പറയുമ്പം ഏതൊക്കെ വരും? എക്സ്, ഇവിടെ വരുന്നത് x-2. തുടർച്ചയായ 5 സംഖ്യകൾ എന്ന് പറയുമ്പം എക്സ്, x-1, x-2. ഇവിടെ എന്ത് വരും? x+1, x+2 അങ്ങനെ വരത്തില്ലേ? അപ്പം 5x എന്ന് പറയുന്നത് 500 എന്ന് കിട്ടും. 5x എന്ന് പറയുന്നത് എത്ര കിട്ടും? അടുക്കത്ത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതിനകത്ത് x-2 x+2 വരും. അപ്പോൾ എത്ര വരും? ഇതെല്ലാം പോകും. 5x = 500. $5x എന്ന് പറയുന്നത് 510 എന്നാണ് ഇവർ തന്നിരിക്കുന്നത്. 5x = 510 എന്ന് ഇവർ തന്നിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 102 എന്ന് കിട്ടും. 5x 510 എന്നല്ല ഇവർ തന്നിരിക്കുന്നത്. അപ്പം എക്സിൻ്റെ വാല്യൂ 102 എന്നാണ് കിട്ടുന്നത്. ആൻസർ ഇല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. രണ്ട് ചതുരങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 12 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്ററുമാണ്. വീതി യഥാക്രമം 6 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്ററുമാണ്. അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യ ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ 12 × 6 = 72 സെൻറ്റിമീറ്റർ ആണ്. രണ്ടാമത്തെ ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ 10 × 8 80 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? 72/8 എന്ന് വരും. അതായത് 9:10 എന്ന് വരും. ഓപ്ഷൻ സി ആണ് വരുന്നത്. രണ്ട് ചതുരങ്ങൾ തമ്മിലുള്ള നീളങ്ങൾ തമ്മിലുള്ള അംശബന്ധം യഥാക്രമം 12 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററുമാണ്. വീതി യഥാക്രമം 6 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്ററുമാണ്. ഇവിടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധത്തിലാണ് 9:10. 2 × 5 × 7 ഇതിൻ്റെ വർഗ്ഗമൂലം എത്രയാണ്? 1500 രൂപ പരസ്യ വിലയുള്ള ഒരു സാരി 8% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. അയാൾക്ക് 20% ലാഭം ലഭിക്കുന്നുവെങ്കിൽ സാരിയുടെ യഥാർത്ഥ വില എത്രയാണ്? യഥാർത്ഥ വില എന്ന് പറയുന്നത് 1150 ആണ് യഥാർത്ഥ വില. അതായത് പരസ്യ വില 1500 ആണ്, ഡിസ്കൗണ്ട് 8% ലാഭം 20% കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1500 - 8/100 × 1500 എന്ന് പറയുമ്പോൾ 1380 രൂപയാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? വാങ്ങിയ വില പ്ലസ് 20%. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് വാങ്ങിയ വില പ്ലസ് 20% ലാഭമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1350 എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് × 1.2 ആണ്. അപ്പോൾ എത്രയാണ്? 1150 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ 12 8 × 12 ഡിവൈഡ് ബൈ 4 × -6. ഇതിൻ്റെ ആൻസർ വരുന്നത് -144 ആണ്. അതായത് എങ്ങനെ വരും? ആദ്യം ഡിവിഷൻ ചെയ്യും. 12 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 3 കിട്ടും. 3 × -6 എന്ന് പറയുമ്പം ഇവിടെ ഒരു മൈനസ് സിമ്പിളുണ്ട്. അതുകൊണ്ട് 8 × 3 × -6 ആണ് വരുന്നത്. -144. 160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ മറികടക്കാൻ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയം എത്രയാണ്? ആണ് ചോദിച്ചിരിക്കുന്നത്. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് 180 ആണ് ഡിസ്റ്റൻസ്. (160 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 200 മീറ്റർ, അപ്പം 160/8 എന്ന് വരും. 160/8 = 20 സെക്കൻഡ് കൊണ്ടാണ്, 20 മീറ്റർ പെർ സെക്കൻഡ് കൊണ്ടാണ് എന്താണ്
സ്പീഡ് എന്ന് പറയുന്നത് 20 മീറ്റർ/സെക്കൻഡ് ആണ്. എങ്ങനെ കിട്ടി? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ എത്ര കിട്ടും? 20 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. 160/8 എന്നുള്ളതാണ്. അപ്പോൾ എത്ര? 160/8 എന്ന് പറയുമ്പം 20 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. പിന്നെ പ്ലാറ്റ്ഫോം കടന്നു പോകാൻ ട്രെയിൻ എടുക്കുന്ന സമയം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രെയിനിൻ്റെ ദൂരവും ട്രെയിനിൻ്റെ നീളവും പ്ലാറ്റ്ഫോമിൻ്റെ നീളവും കൂടുള്ള ദൂരമാണ് ഓടിയത്. അപ്പം 360 മീറ്ററാണ് ഓടിയതെന്ന് പറയുന്നത്. 360 മീറ്ററാണ് ആകെ ദൂരം. ഓടിയത് എങ്ങനെയാണ്? ട്രെയിനിൻ്റെ നീളം പ്ലസ് പ്ലാറ്റ്ഫോമിൻ്റെ നീളമാണ് 360 ഡിവൈഡഡ് ബൈ 20 ചെയ്യുക. 20 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 18 സെക്കൻഡ്. ഓക്കെ, ഇത് ഉപകാരപ്രദമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.